മുഖ്യമന്ത്രി ഒരുക്കുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കുമെന്ന് ബസേലിയോസ് മാർ ക്ലിമിസ് കാതോലിക്ക ബാവ. വിവാദ പ്രസ്താവന മന്ത്രി സജി ചെറിയാൻ തിരുത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഉച്ചയ്ക്ക് മസ്കറ്റ് ഹോട്ടലിലാണ് വിരുന്ന്. പ്രതിപക്ഷം വിരുന്നിൽ പങ്കെടുക്കില്ല, ഗവർണറെ ക്ഷണിച്ചിട്ടുമില്ല. വി വിനോദ് ചേരുന്നു. വിനോദ്, എന്തായാലും എപ്പോഴാണ് വിരുന്ന്, എങ്ങനെയാണ് ഒരുക്കങ്ങൾ? എന്തായാലും ക്ലിമിസ് കാതോലിക്ക ബാവ പങ്കെടുക്കുമെന്നും സജി ചെറിയാൻ പ്രസ്താവന തിരുത്തിയ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടല്ലോ. രഞ്ജിനി, സജി ചെറിയാന്റെ പ്രസ്താവന വലിയ വിവാദമാകുകയും അത് സർക്കാരിന്റെ വിരുന്നിൽ നിന്ന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ മാറി നിൽക്കുമെന്ന ഒരു സാഹചര്യം അന്തരീക്ഷത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന തിരുത്തുന്നതിലേക്ക് സജി ചെറിയാൻ പോയത്. പാർട്ടിയിൽ നിന്ന് വലിയ എതിർപ്പാണ് ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുണ്ടായത്. സജി ചെറിയാൻ അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയം അതേപടി നിലനിൽക്കുന്നുവെന്ന് പറയുമ്പോഴും ചില വാക്കുകൾ അതിര് കടന്നുപോയി എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി. മാത്രമല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെയും ആ കാര്യത്തിൽ തിരുത്തലുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. നവകേരള യാത്രയുടെ ആ ഒരു മധ്യത്തിൽ തന്നെ എറണാകുളത്ത് വാർത്താ സമ്മേളനം വിളിച്ച് സജി ചെറിയാൻ പ്രസ്താവന തിരുത്തുകയും ചെയ്തു. ഏതായിരുന്നാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മാസങ്ങൾക്കകം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ ക്രൈസ്തവ വിഭാഗവുമായി, പ്രത്യേകിച്ച് മതമേലധ്യക്ഷന്മാരുമായി ഇടയുന്നത് സിപിഎമ്മിനെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഗുണകരമായ കാര്യമല്ല. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാവുന്നതാണ്. ആലപ്പുഴയിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് വലിയൊരു മാറ്റം LDF പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രണ്ട് അപകടങ്ങളാണ്. ഒന്ന്, ക്രൈസ്തവർ അകന്നു പോകുന്നു എന്നത് മാത്രമല്ല, അവർ ചെന്ന് വീഴുന്നത് BJPയുടെ പോക്കറ്റിലേക്കുമായിരിക്കും. കാരണം BJP വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ക്രൈസ്തവരുമായി അടുക്കുന്നതിന് വേണ്ടി പലവിധ പരിപാടികൾ, ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് BJP. ഒരു വോട്ട് ബാങ്കാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകളുടെ പേരിൽ, ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ വലിയ തർക്കങ്ങളിലേക്ക് പോകുന്നത് LDFന് ഗുണം ചെയ്യില്ല എന്ന് നേതാക്കൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരുത്തൽ വരുത്തിയിട്ടുള്ളത്. സജി ചെറിയാൻ നേരത്തെ നടത്തിയ പരാമർശങ്ങളും പലപ്പോഴും ഇപ്പോൾ സൗദി അറേബ്യയിൽ വാങ്ക് വിളിക്കുമ്പോൾ പള്ളിക്ക് പുറത്ത് കേട്ടാൽ അവിടെ എന്താണെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ശബ്ദം വന്നു കഴിഞ്ഞാൽ അവർക്ക് എതിരെ നടപടി ഉണ്ടാവും. അതൊക്കെയും വലിയ വിവാദമായി. പിന്നീട് അത് പിൻവലിച്ചു. കൃഷി സംബന്ധിച്ച് നടത്തിയ, ഇവിടെ കൃഷി ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഭരണഘടന സംബന്ധിച്ച് നടത്തിയ പരാമർശം. ഏതായിരുന്നാലും ഈ ഒരു കാര്യത്തിലും സജി ചെറിയാന്റെ വാക്കുകൾ ഒരു പരിധി വിട്ടുപോയി എന്ന വികാരം തന്നെയാണ് പാർട്ടിക്കുള്ളിലും ഉണ്ടായത്. ഏതായിരുന്നാലും ആ ഒരു തലവേദന ഒഴിഞ്ഞു പോയിരിക്കുന്നു. മാർ ക്ലിമിസ് ബാവ ഉൾപ്പെടെ ഉള്ളവർ ഇന്നത്തെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. മസ്കറ്റ് ഹോട്ടലിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ 12:30 മുതൽ 3 മണി വരെയാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ വിരുന്ന്. അതിലേക്ക് പങ്കെടുക്കുന്നതിനുള്ള അതിഥികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മസ്കറ്റ് ഹോട്ടലിലാണ് ഈ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഈ പറഞ്ഞു വന്നതുപോലെ ഗവർണറുടെ കാര്യത്തിൽ, ഗവർണറെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടില്ല. പുതുതായി 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ രാജ്ഭവനിൽ നടന്ന ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പങ്കെടുത്തിരുന്നില്ല. AK ശശീന്ദ്രൻ മാത്രമാണ് അവിടെ പങ്കെടുത്തത്. ഈ പുതിയ 2 മന്ത്രിമാരും, അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടുത്തെ ചടങ്ങ് ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നിരുന്നു. അതോടൊപ്പം തന്നെ SFIയുടെ പ്രതിഷേധം തുടരുകയാണ്. കരിങ്കൊടി പ്രതിഷേധവും കോലംകത്തിക്കലും ഉൾപ്പെടെ ഗവർണർക്കെതിരെയുള്ള അവരുടെ സമര പരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. കേസെടുക്കുന്നെങ്കിൽ കൂടിയും ഒരു വശത്ത് SFIയുടെ സമരം മുന്നോട്ട് പോകുന്നു. അതിന് CPMന്റെയും മുഖ്യമന്ത്രിയുടെയും പിന്തുണയുണ്ടെന്ന വിമർശനം ഗവർണർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഗവർണറുടെ അസാന്നിധ്യം ഇന്നത്തെ ഈ സൽക്കാരത്തിൽ ഉണ്ടാകും. പ്രതിപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വിരുന്ന് സൽക്കാരം ബഹിഷ്കരിക്കുമെന്ന കാര്യം. അങ്ങനെ പ്രതിപക്ഷവും ഇന്നത്തെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നില്ല. ഏതായിരുന്നാലും പ്രധാനമന്ത്രിയുടെ വിരുന്നുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ സജി ചെറിയാന്റെ വിമർശനമുണ്ടായത്. മണിപ്പൂർ വിഷയത്തിൽ എന്തുകൊണ്ടൊന്നും പറഞ്ഞില്ല, വീഞ്ഞും കേക്കും കഴിച്ച് വന്നു, അവിടെ രോമാഞ്ചമുണ്ടായി എന്ന തരത്തിൽ പ്രധാനമന്ത്രിയുടെ വിരുന്നിലേക്ക് വിളിച്ചപ്പോൾ വൈദികർക്ക് ആ തരത്തിലുള്ള പ്രസ്താവനകളാണ് സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം പിന്നെ അത് വിവാദമായതോടെ പിൻവലിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിരുന്ന് സൽക്കാരത്തിൽ ക്ലിമിസ് ബാവ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. രഞ്ജിനി, ശരി.